ഹലോ, അസ്സാം വലൈക്കും. ഇഷ്വാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്ത് പോകണ ഒരു വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇന്നലെ സൺഡേ ആയ കാരണം ഇക്കാക്ക് ലീവായിരുന്നു. അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ സൺഡേ ആയ കാരണം പുറത്തൊന്നും ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇക്കാക്ക് ഉച്ച വരെ ഉള്ളൂ കേട്ടോ കട ഉണ്ടാവുക. അപ്പോൾ സൺഡേ മാത്രമേ ഒന്ന് പുറത്തിറങ്ങാറുള്ളൂ കേട്ടോ ഞങ്ങൾ. അപ്പോൾ വെറുതെ ഒന്ന് ഇതിനൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം, അതേപോലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വഴിയത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നത് ഞങ്ങൾക്ക് ഇറങ്ങുന്ന റൂമിൻ്റെ അടുത്തുള്ളൊരു കടയാണ് കേട്ടോ, ഡ്രസ്സ് കട. അതിൻ്റെ അടുത്ത് തന്നെ തൊട്ട് തന്നെയുള്ള ബ്ലാങ്കറ്റും കാര്യങ്ങളും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങുന്ന സാധനമാണ് കല്യാണത്തിനൊക്കെ. അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഇലകളാണ് കേട്ടോ. അതിവിടെ വന്നപ്പോൾ നല്ല പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചൊന്ന് എടുത്തതാണ് കേട്ടോ. ആ മാവിൻ്റെ ഇലയൊക്കെയാണ് കേട്ടോ, നമ്മളവിടുത്തെ മാവിൻ്റെ ഇല, പ്ലാവിൻ്റെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെ ചെറിയ പച്ചമരുന്നിൻ്റെയൊക്കെ ഒരു ഇലകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സന്താനത്തേക്ക് വന്നിരിക്കുന്നത് ഇതാണ് സന്താനത്തിൻ്റെ ഉൾഭാഗം. അതിൽ നല്ല നല്ല ഓരോ നല്ല ബേക്കറികളും നല്ല സ്വീറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തതുകൾ. അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ സൺഡേ ആയ കാരണം നല്ല തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിതാ അതൊക്കെ ഓർഡറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇക്കാൻ്റെത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ബേൽപൂരി അറിയിട്ടത്. അപ്പോൾ ഇക്കാക്ക് ഇത് മതിയാണിട്ടോ, അങ്ങനെ വാങ്ങിയതാണ്. അതൊന്ന് ഞാനൊന്ന് ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കുള്ളത് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. മസാലപ്പൂരി പോലത്തെ എന്തോ ആണ്, മസാലപ്പൂരി അല്ല, അതുപോലെ എന്തോ വേറെ ഇതൊരു ഇതാണ്. അത് ഇക്കാക്ക് പേരറിയാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളെപ്പോഴും വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ ഇതാണ് കേട്ടോ ഇഷ്ടം കഴിക്കണത്. മറ്റേതിൽ തൈരൊക്കെ ഇട്ട കാരണം ഒരു ചെറിയൊരു പുളി ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കാറിട്ട് അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതവിടുന്ന് ഞങ്ങളെ റൂമിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ എത്തണം കേട്ടോ ഐസ്ക്രീം കഴിക്കാൻ. അപ്പോൾ അവിടുന്ന് കുറച്ചിങ്ങോട്ട് പോരാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ ചൗക്ക് എന്ന് പറയും കേട്ടോ, ശിവാജി നഗറിലെ ചൗക്ക്. അപ്പോൾ അവിടെ റസൽ മാർക്കറ്റ് കണ്ടത്, ആ കാണുന്നത് റസൽ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണാൻ കുറേ ഉണ്ട് കേട്ടോ. അവിടെ വെജിറ്റബിളും ഫ്രൂട്ട്സുകളൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ ഇത് അങ്ങനെ വന്നപ്പോൾ അവിടെ കടയിൽ ഞങ്ങൾ കമ്മൽ വെക്കണത് കണ്ടു കേട്ടോ. 10 രൂപയും 30 രൂപേൻ്റെയൊക്കെ കമ്മലാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇതിന് നല്ല റേറ്റ് കൊടുത്ത് വാങ്ങണ കമ്മലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ 10, 30 ഉണ്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ അവർക്ക് 2 ആൾക്ക് ഓരോ ജോഡി കമ്മൽ വാങ്ങിച്ചു കേട്ടോ. 2 ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് 2 ജോഡി കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിന്നാണ് കേട്ടോ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാറ്. എടുക്കാൻ അറിയുന്നൊരു കട ആളുള്ളതുകൊണ്ട് അവിടെ വന്നിട്ടോ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിക്കാറ്. അപ്പോൾ അത് ഐഷു ഞങ്ങളവിടെ ഒരു കടയിൽ അപ്പം കുറച്ച് സാധനങ്ങൾ നോക്കിയപ്പോഴത്തേന് ഐഷു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവർക്കും കൂടി ഐസ്ക്രീമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഇങ്ങനെ ചർച്ച് റോഡാണ് കേട്ടോ അത്. ഇവിടുത്തെ ശിവാജി നഗർ ചർച്ച് റോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചർച്ച് നോട്ടുന്ന് അത് മേലൊക്കെ ഒന്ന് പോയിട്ട് അവിടെ ഒരു ഹെയർ ബാൻഡ് ഒക്കെ നോക്കാണ്ട് കേട്ടോ. വളയുമാലയൊക്കെ ഒന്ന് അറിയുന്നൊരു കട ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇവിടുത്തെ ചർച്ച് പറയണത്. അപ്പോൾ ഇതിൽ നല്ല പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ ചർച്ചിൽ. അപ്പോൾ ഈ ഏരിയ കാണാൻ നല്ല രസമാണ് കാണാനൊക്കെ, ലൈറ്റും കൊണ്ടൊക്കെ കേട്ടോ. അപ്പോൾ ഇയാൾ നമ്മളെ നാട്ടുകാരനാണ്, മണ്ണാർക്കാട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ അയാളെ എത്തുന്ന വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഐഷുവിനൊരു ഹെയർ ബാൻഡും ഷബിൽവാക്കൊരു മുടുപ്പിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കൽ കഴിഞ്ഞു, ഞങ്ങളെ എല്ലാ കഴിക്കലും ഇതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ റൂമിലെത്തിയിട്ട് കാണാം ബാക്കി. അപ്പോൾ ഇനിഷ വാപ്പാൻ്റെ കയ്യിൽ നിന്ന് ചാവിയൊക്കെ വാങ്ങി ഡോറൊക്കെ തുറന്നു കേട്ടോ. അപ്പോൾ അതാ റൂമൊക്കെ കോഴിൻ്റെ ഇതിൽ നേരെ ഇതായിട്ടൊന്നും ഇല്ലാത്തതാണ് ഞങ്ങളെ റൂമിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒന്ന് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പം
ഞങ്ങളെ റൂമൊക്കെ അവർ പോകുമ്പോൾ ഡ്രസ്സ് മാറിൻ്റെയൊക്കെ കോലാട്ടോ അതിങ്ങനെ. ഇപ്പോൾ ഇതാ വാങ്ങിയ സാധനങ്ങൾ ഇതാ 2 ജോഡി കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഐഷുവിനൊരു ഹെയർ ബാൻഡും ഇൻഷാഖുൽഫാക്ക് ഒരു മുടുപ്പിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കണേ. താങ്ക് യു.